എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ ഒരു റിവ്യൂ ആണ്. പിന്നെ ഏത് പടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻട്രോയിലേക്ക് കിടക്കാം. കുറേ നാളായി ഒരു ഇൻട്രോ എടുത്ത് ചെയ്യാൻ പറ്റിയൊരു പടത്തെ കണ്ടിട്ട്. ഈ പടം അതിനുള്ളതുണ്ട്. തുടങ്ങി എവിടെയെന്ന് വെച്ചാൽ പണ്ട് ഞാൻ മുന്നൊരു 2015-16 കാലഘട്ടത്തിൽ ഈ ഫോർട്സ് മൂവിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ഈ ഫോർട്സ് അത് റിലേറ്റ് ആയിട്ടുള്ള ഏതാണെങ്കിലും വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, മറ്റേ എന്താണ് ആർച്ചറിങ്, അങ്ങനെ ഏതാണെങ്കിലും ഞാൻ കാണും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ഇങ്ങനെ കുറേ കാണാനായപ്പോൾ മനസ്സിലായി ഞാൻ എത്ര നാൾ ബെസ്റ്റ് മൂവീസ് കണ്ടുകൊണ്ടിരുന്നതിന്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ കഥയെ തന്നെ പല ഫോർട്സും എടുത്തിട്ട് പല ഇതേപോലത്തെ ബാഡ്മിൻ്റൺ അങ്ങനെ പലതും എന്തായാലും ഒരേ കഥയിൽ തന്നെ കുറേ പടങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് ബോറടിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ സ്പോർട്സ് ഡ്രാമ അങ്ങനത്തെ പടങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ലാതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഞാൻ F1 എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഇതിലുള്ള ഇപ്പം കാണുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയില്ല, കാണുന്ന എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. F1 അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ എന്താ പറയുക, ഒരേ കഥ എടുക്കുന്നതിലല്ല പ്രശ്നം, അതെങ്ങനെ എടുത്തു വെക്കുന്നു, അതിലെന്തൊക്കെ എന്താ പറയുക മേക്കിംഗ് കൊണ്ടും എന്തൊക്കെ ഡിഫറെൻ്റായി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. അല്ലാതെ എന്താ പറയുക എല്ലാ കഥയും എങ്ങനെയാണോ പോയത് അതേപോലെ എഴുതി വെച്ച് അതേ തിരക്കഥ അതേപോലെ ഒന്നല്ലാതെ നല്ല വൃത്തിക്കെടുത്ത് വെച്ചാൽ ഏത് ഫോർട്സോടും ഒരേ കഥയാണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത് ഏതിൽ പെട്ട് വന്നാലും. അതിന് ഉദാഹരണമായ ഒരു മൂവിയാണ് ഞാൻ ഇന്ന് കണ്ടത്. എന്നുവെച്ചാൽ F1 പുറത്താണെങ്കിൽ ഇന്ത്യയിലെ F1 എന്ന് എനിക്ക് പറയാൻ പറ്റിയ ഒരു പടമുണ്ട്. പടത്തിൻ്റെ പേര് ബൈക്കർ എന്നാണ്. ഞാൻ ഇതൊരു പ്രതീക്ഷയില്ലാതെ കണ്ടതാണ്. ഞാൻ ഈ പടം കാണുന്നതിന് മുമ്പ് ഞാൻ കുറേ ചിന്തിച്ച് വെച്ചായിരുന്നു ഇത് അങ്ങനെയായിരിക്കും, ഇതെന്തായിരുന്നു ഒരേപോലെ ആയിരിക്കും സംഭവിക്കുക. സംഭവം ഞാൻ ചിന്തിച്ച് വെച്ച കഥ ശരിയായിരുന്നു. പക്ഷെ അത് ഇവരെടുത്ത് വെച്ചിരിക്കുന്ന രീതി അത് വേറെ ലെവലായിരുന്നു. ഞാൻ തുടക്കം തന്നെ കാണുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫ്രെയിംസും ഒരുമാതിരി എന്താ പറയുക ഒരു വിദേശത്ത് നടക്കുന്ന കഥ പോലെ തന്നെ തോന്നിച്ച ഒരു വേറെ ലെവൽ സെറ്റൊക്കെ ആയിരുന്നു. കിടിലനായിരുന്നു തുടക്കമൊക്കെ. പിന്നെ ഇതിൽ അഭിനയിച്ചവരൊന്നും പ്രകടനമൊന്നും പറയാനില്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. പഴയൊരു നടനാണ് ഇതിൽ നമ്മളെ നായകൻ്റെ അച്ഛനായിട്ട് വരുന്നത്. ചങ്ങായൊക്കെ കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നായകൻ്റെ പേരും ഞാൻ നോക്കാൻ നിന്നില്ല. ഞാൻ കണ്ട പാടെ വന്ന് റിവ്യൂ ചെയ്യാം. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് വന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ 2 തെലുങ്ക് പടം കണ്ടിട്ട് അത് ഒരുമിച്ച് റിവ്യൂ ചെയ്യാൻ വിചാരിച്ചിരുന്നായിരുന്നു. അതിലൊന്നാണിത്. പക്ഷെ ഞാൻ ഈ ഒരു പടം മാത്രം റിവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം അത്രയ്ക്ക് അടിപൊളി പടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ കാറ് വാങ്ങണമെന്നേ ഉള്ളൂ. ഒരിക്കലും ബൈക്ക് ഓടിക്കണം എന്നൊരു ആഗ്രഹം വന്നില്ല. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബൈക്ക് നാളെ തന്നെ എടുത്താലോ അങ്ങനെ തോന്നിപ്പോയി. കാരണം അതിനുള്ളതാണ് ഇതിൻ്റെ എല്ലാവരും നമുക്ക് തന്നെ ഇൻജക്റ്റ് ചെയ്യാണ് ഈ ഫോർട്സ് നമുക്ക് ഇൻജക്റ്റ് ചെയ്ത് കാരണം നമുക്ക് തന്നെ അരം കയറി ഈ ഫോർട്സ് പഠിക്കാമെന്നൊക്കെ തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു ഫോർട്സ് മൂവിക്ക് വേണ്ടതും അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ പടം കണ്ടു കഴിയുമ്പോൾ ആ ഫോർട്സ് നമുക്കൊന്നും അറിയാതായിരിക്കും നമ്മൾ പടത്തിലേക്ക് കയറുന്നത്. പക്ഷെ പടം കണ്ടു കഴിയുമ്പോൾ ആ ഫോർട്സിനെ കുറിച്ച് മുഴുവൻ അറിയാനല്ല, ഒരു ഇത്തിരിയെങ്കിലും അറിഞ്ഞ് അതിൻ്റെ ഒരു ബേസിക് റൂളെങ്കിലും അറിയാൻ പറ്റുക, അതാണ് ഒരു പടം നമുക്ക് എന്താ പറഞ്ഞാൽ അറിവുകൾ. കാരണം അങ്ങനെ ഞാൻ വോളിബോളിൻ്റെ നിയമം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വോളിബോളിൻ്റെ കുറേ പടം കണ്ടാണ് വോളിബോളിൻ്റെ നിയമം മനസ്സിലായി. അതേപോലെ പല പടങ്ങളും കാണുമ്പോൾ നമുക്കും എന്തെങ്കിലും തരണം, അപ്പോഴേ നമുക്ക് ആ പടം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. അത് ഈ പടത്തിലുണ്ട്. ഈ പടത്തിൻ്റെ റേസിങ് നിയമങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മൊത്തം ഇല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും നമുക്ക് മനസ്സിലാക്കി തന്നു. അതാണ് ഈ പടത്തിന് നമ്മൾ എന്താ പറയുക കാണുന്നതിനൊരു ഇതാണ്, നമ്മൾ കാണുന്നതിന് നമുക്ക് തരുന്ന ഒരു ഉപകാരമാണ് അവർ. അത്രയ്ക്ക് അടിപൊളി പടമാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കണ്ടോ. പിന്നെ നിങ്ങൾക്ക് ഫോർട്സ് പടങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിലും നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അതിനുള്ളതുണ്ട്. പിന്നെ ഈ ഫോർട്സ് ഇഷ്ടമുള്ളവരൊന്നും പറയണ്ട, ഏതാണെങ്കിലും നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതിനുള്ള മുതലിൻ്റെ ഡയറക്ടർ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സെൻറ്റിമെൻ്റൽ ട്രാക്കൊക്കെ ഉണ്ട്, അതൊക്കെ കിടിലനാക്കിയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ചില സമയം എന്താ പറയുക, ചില സമയം നമുക്കത് തോന്നും, ചില സമയം നമുക്ക് ലാഘവലൊക്കെ തോന്നും. പക്ഷെ കുഴപ്പമില്ലാതെ അതും അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് ചാടുന്ന ഒരു സാധനമുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവും, കണ്ടാലറിയും. സംഭവം
അത്രയ്ക്ക് റിയാലിറ്റി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാഫിക്സൊക്കെ വേറെ ലെവലായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ നമുക്കത് ഒറിജിനലാന്ന് തോന്നിപ്പോവും. ഒരു രക്ഷയില്ല. പിന്നെ ഇതിലൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇത് വരില്ല, അതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, എല്ലാം ഉണ്ട്, പടം കയറി. കാരണം സ്പോർട്സിൽ നമ്മളെ രാജ്യത്തിൻ്റെ ഇതും കൂടെ ചേർന്ന വേറെ ലെവലാണ്. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, ക്രിക്കറ്റ് മാത്രമല്ല നമുക്ക് ഇന്ത്യക്കുള്ളത്. നമ്മളെ ഇന്ത്യയിലുള്ള വേറെ എന്ത് സ്പോർട്സിനും നമ്മളൊരു പടം എടുത്താൽ അതിൽ ഇന്ത്യേൻ്റെ ഇതും കൂടെ കൊണ്ടുവച്ചാൽ നമ്മൾ കയറി കൊളുത്തും. കാരണം അതിനുള്ള വെച്ചിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയാലും ബെസ്റ്റ് സ്പോർട്സ് മൂവി. വേറെ ഇനി വേറെ എല്ലാം വന്നാലുള്ളൂ. അല്ലാതെ ഈ വർഷം ഇറങ്ങിയാൽ ബെസ്റ്റ് സ്പോർട്സ് മൂവിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത പടം. പിന്നെ ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷയിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പോയി കാണാം. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയി കാണുന്നവരേക്കും ബായ്.